Good evening. Audible ആണോ സൗണ്ട്? ഓക്കെ, ഇല്ല, ക്ലാസ് സ്റ്റാർട്ട് ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട് എല്ലാവരുടെയും പഠിത്തമൊക്കെ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർലമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഭയങ്കര വലിയ ടോപ്പിക്കാണ്. നമ്മൾ ഭരണഘടന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടോപ്പിക്കാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടാവും, റിവിഷനൊക്കെ നന്നായിട്ട് പോകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഓക്കെ ആണോ സൗണ്ട്? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബ്രിട്ടീഷ് പാർലമെൻ്ററി, മദർ ഓഫ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നതാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അവിടെ നിന്നാണ് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻ്ററി സിസ്റ്റം, നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെൻറ് എന്ന്. വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ, അല്ലെങ്കിൽ എന്താ പറയുക, ബ്രിട്ടനിലെ പാർലമെൻ്ററി ഫോമാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ലണ്ടനിലുള്ള ഒരു സ്ഥലമാണ്. വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മോഡലിനും വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഗവൺമെൻറ് എന്നൊരു പേരും കൂടിയും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി പാർലമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ ഉറവിടം, പാർലമെൻറ്റിൻ്റെ മാത്രമല്ല എല്ലാത്തിൻ്റെയും, നമ്മുടെ രാജ്യത്തെ എല്ലാ സാധനത്തിൻ്റെയും അധികാരത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് വരുന്നത്? ഭരണഘടനയിൽ നിന്നാണ്. എല്ലാം അധികാരങ്ങളും കൊടുക്കുന്നത് ആരാണ്? ഭരണഘടനയാണ്, അല്ലേ? ഞാൻ ഓൾറെഡി ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ അധികാരങ്ങളുടെയും എന്താ പറയുന്നത്, ഏറ്റവും എന്താ പറയുക, അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഇനി പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഭാഗം 5ലാണ്, പാർട്ട് 5 എന്ന് പറയുന്നത് ദ യൂണിയൻ എന്നാണ് ഭരണഘടനയിലെ ഹെഡിങ് പറയുന്നത്. ദ യൂണിയൻ എന്ന് പറയുന്ന ഭാഗമാണ് എന്ത്? പാർട്ട് 5 വരുന്നത്. ഇതിൽ ചാപ്റ്റർ 2 ആണ് എന്ത്? നമ്മുടെ പാർലമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ചാപ്റ്റർ 1ലാണ് നമ്മുടെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് യൂണിയൻ്റെ ഭാഗമായ. അപ്പം മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, പാർട്ട് 5, ഭരണഘടനയുടെ ഭാഗം 5ൽ
ആർട്ടിക്കിൾ 79 മുതൽ 122 വരെയാണ് പാർലമെൻറ്റ് എന്ന് പറയുന്ന ഭാഗം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ആർട്ടിക്കിൾ 79 എന്താണെന്ന് നോക്കാം. പാർലമെൻറ്റിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ത് ആർട്ടിക്കിൾ 70. എന്താണ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൽ ആരൊക്കെയാണുള്ളത് എന്നൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 79. മനസ്സിലായല്ലോ. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നതിൽ 3 ഭാഗങ്ങളാണുള്ളത്. ആരൊക്കെയാണ്? പ്രസിഡൻറ്റും 2 സഭകളും അടങ്ങുന്നതാണ്. അതായത് പാർലമെൻറ്റിന് 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം രാഷ്ട്രപതിയാണ്, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് രാജ്യസഭയാണ്, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലോകസഭയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ രാജ്യസഭ, ലോകസഭ, പ്രസിഡൻറ്റ്, ഈ 3 പാർട്ടും കൂടി കൂടുമ്പോഴാണ് എന്താവുന്നത്? പാർലമെൻറ്റ് ആവുന്നത്. ഓക്കെ, പക്ഷേ ഇങ്ങനെ പറയുകയാണെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, രാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭയിലെയോ ലോകസഭയിലെയോ ഒരു അംഗമല്ല എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. മനസ്സിലായോ? നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തല്ല? രാജ്യസഭയുടെയോ ലോകസഭയുടെയോ മീൻസ് അംഗമാണ് രാഷ്ട്രപതി എന്നല്ല അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമാണ് ആര്? രാഷ്ട്രപതി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? രാജ്യസഭയും ലോകസഭയും ഒക്കെ പാസ്സാക്കുന്ന ഒരു നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണ്? രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു നിയമത്തിൻ്റെ പ്രോസസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എവിടെ കൂടെയാണ് പോകുന്നത്? രാഷ്ട്രപതിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിൻ്റെ ഒരു അവിഭാജ്യ ഘടകം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രപതിനെ. മനസ്സിലായോ? അല്ലാണ്ട് രാജ്യസഭയുടെയോ ലോകസഭയുടെയോ ഒരു ഭാഗം അല്ല, അല്ലെങ്കിൽ ഒരു അംഗമല്ല. രാജ്യസഭയുടെയോ ലോകസഭയിലെയോ ഒരു അംഗമല്ല രാഷ്ട്രപതി എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഒരു സ്റ്റേറ്റ്മെൻറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും കൺഫ്യൂഷൻ അടിക്കുന്നതും. നമ്മൾ സ്വാഭാവികമായിട്ട് തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രാജ്യസഭയുടെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന്, അതായത് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ രാജ്യസഭയിലാണ്. മനസ്സിലായല്ലോ. നമ്മളെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിലാണ്. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു ഫെഡറൽ ക്യാരക്ടറുള്ള ഒരു രാജ്യമാണ്, ഒരു ക്വാസി ഫെഡറൽ. പൂർണ്ണമായിട്ടും ഫെഡറൽ അല്ലെങ്കിലും അമേരിക്കയെ പോലെ പൂർണ്ണമായും ഫെഡറലിസം കാണിക്കാത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പക്ഷെ എന്താണ്? പകുതി ഏകദേശം ഒരു ഫെഡറൽ ക്യാരക്ടർ കാണിക്കുന്ന ഒരു ക്വാസി ഫെഡറൽ എന്നൊക്കെ പറയാം നമുക്കതിനെ. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രലിൽ എന്താണ്? ഒരു യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും അതാത് ഗവൺമെൻറ്റുകളുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രക്ചർ പോലെയാണ്. എന്നിട്ട് അധികാരങ്ങൾ ഇങ്ങനെ അധികാരങ്ങൾ എന്താണ്? വിഭജിക്കപ്പെടുകയാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ സെൻട്രലിലേക്ക്, ബാക്കി കാര്യങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ കൊടുക്കുന്ന ഒരു അധികാരം ഡിവൈഡ് ചെയ്തു വരുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫെഡറൽ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫെഡറൽ ക്യാരക്ടർ നമുക്ക് കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരികയാണ്. ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് രാജ്യസഭയിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് രാജ്യസഭയുടെ മറ്റൊരു പേര്. കാരണം സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ സ്റ്റേറ്റുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? രാജ്യസഭ എന്ന് പറയുന്ന ഒരു ഫെഡറൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ സംസ്ഥാനങ്ങളുടെ സമിതി, ഇതിനെയാണ് നമ്മൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, അഥവാ രാജ്യസഭ. ഇനി ലോകസഭയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലോകസഭയുടെ പേരെന്താണ്? ജനങ്ങളുടെ സഭ എന്നാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ലോകസഭാ ഇലക്ഷനിലാണ് നമ്മൾ ഡയറക്റ്റ് ആൾക്കാരെ, നമ്മളെ ഓരോരോ നിയോജക മണ്ഡലങ്ങളിലെ ഓരോ ആൾക്കാരെ നമ്മൾ ഡയറക്റ്റ് ലോകസഭയിലേക്ക് തിരഞ്ഞുവിടുന്ന എം പിമാരെ കുറിച്ച് നമ്മൾ ഇലക്ഷനിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്? നമ്മൾ നേരിട്ടാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഒരു ഹൗസ് എന്ന രീതിയിലാണ് ലോകസഭ അറിയപ്പെടുന്നത്. ജനങ്ങളുടെ സഭ അഥവാ ഹൗസ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഇനി ഈ പേരുകൾ രാജ്യസഭ, ലോകസഭ, ആദ്യം ഈ പേരുണ്ടായിരുന്നില്ല. വെറും ഭരണഘടന വരുന്ന സമയത്ത് ഈ പേരുകളായിരുന്നില്ല. 1954 എന്ത് ഹിന്ദി പേരുകളായ രാജ്യസഭ എന്നും ലോകസഭ എന്നും സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും ഹൗസ് ഓഫ് പീപ്പിൾ എന്നൊക്കെ ആയിരുന്നു ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1954 ഈ പേര്, ഹിന്ദി പേരുകളായ രാജ്യസഭയും ലോകസഭയിലും കൂടി ഈ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അറിയേണ്ട കാര്യമാണ്, രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്?
അപ്പർ ഹൗസാണ്. അപ്പർ ഹൗസ് അഥവാ ഉപരിസഭ എന്നറിയപ്പെടുന്നതും, അല്ലെങ്കിൽ ഹൗസ് ഓഫ് എൽഡേഴ്സ് മുതിർന്നവരുടെ സഭ, അല്ലെങ്കിൽ സെക്കൻഡ് ചേംബർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാജ്യസഭയാണ്. എൽഡേഴ്സ് ചേംബർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രായം കൂടിയ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നതെന്ന് അർത്ഥമാക്കുന്നുള്ളൂ. അത് കാരണം നമുക്ക് എവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും എത്ര വയസ്സ്, 25 വയസ്സ് ലോകസഭ, രാജ്യസഭയിൽ 30 വയസ്സെന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ലിങ്ക് ചെയ്താൽ മതി. അപ്പോൾ എൽഡേഴ്സ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ സെക്കൻഡ് ചേംബർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. നമുക്ക് പരീക്ഷയ്ക്ക് സില്ലി മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കാം. അപ്പോൾ അപ്പർ ഹൗസ് പെട്ടെന്ന് ലോകസഭയുടെ കൂടി അപ്പർ ഹൗസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതൊക്കെ തെറ്റിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്. രാജ്യസഭയാണ് അപ്പർ ഹൗസ് അഥവാ എന്ത് പറയുന്നത്, സെക്കൻഡ് ചേംബർ എന്നൊക്കെ അറിയപ്പെടുന്നത്. സെക്കൻഡ് ചേംബർ അല്ലെങ്കിൽ എൽഡേഴ്സ് ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഇനി ലോകസഭയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? അപ്പർ ഹൗസ് രാജ്യസഭയാണെങ്കിൽ ലോവർ ഹൗസ് ആയിരിക്കും ഏത്? ലോകസഭ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചേംബർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പോപ്പുലർ ഹൗസ്, അതായത് ജനങ്ങളുടെ ഹൗസാണ്. ഓക്കെ, അതാണ് ഈ ലോകസഭ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫെഡറൽ ക്യാരക്ടർ കാണിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതാണ് രാജ്യസഭ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ലോകസഭ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തത്തിലാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അംഗമല്ലെങ്കിലും, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അംഗമല്ലെങ്കിലും അതിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പാർലമെൻറ്റിൽ ഇരിക്കുന്നില്ലെങ്കിലും, അതായത് ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ 2 ഹൗസിലെയും അംഗമല്ല, അതുപോലെ തന്നെ ഈ 2 ഹൗസിൻ്റെയും യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയിട്ട് ഇരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്താണ്? അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. കാരണം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയ ഒരു ബില്ല് നിയമമാകാൻ രാഷ്ട്രപതിയുടെ അനുമതി ഇല്ലാതെ സാധിക്കില്ല. ഓക്കെ ആണല്ലോ. ഇനി പാർലമെൻറ്റിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെൻറ്റിൻ്റെ, അതായത് ബില്ലിൽ ഒപ്പിടൽ മാത്രമല്ല, ഫൈനലൈസ് ചെയ്യുന്നത് മാത്രമല്ലാതെയും രാഷ്ട്രപതിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നത്, പ്രത്യേകിച്ച് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുന്നതൊക്കെ ആരാണ്? അല്ലെങ്കിൽ ഒരു ലോകസഭയിൽ ഇലക്ഷൻ കഴിഞ്ഞ ആദ്യത്തെ സഭ സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്, അതിനെ അഭിസംബോധന ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഓരോ കൊല്ലവും ആദ്യത്തെ സിറ്റിങ്ങിൽ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നു, പ്രരോഗ് ചെയ്യുന്നു. പി ഫോർ പ്രസിഡന്റ്, അപ്പോൾ പ്രരോഗ് എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്യാം നിങ്ങൾക്ക്. പ്രരോഗ് ചെയ്യുന്നു, ലോകസഭ പിരിച്ചുവിടുന്നു, ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുന്നു, അതേപോലെ സഭകൾ സമ്മേളിക്കാത്ത സമയം ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നു. ഇതൊക്കെ രാഷ്ട്രപതി ചെയ്യുന്നതാണ്. അതൊക്കെ റിലേറ്റഡ് ടു പാർലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രസിഡന്റ് ഈസ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് പാർലമെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. രാജ്യസഭയെക്കുറിച്ചും ലോകസഭയെക്കുറിച്ചും കുറച്ച് ഫാക്റ്റുകൾ, പക്ക ഫാക്റ്റുകൾ മാത്രമായിരിക്കും കേട്ടോ. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. കാരണം എന്തായിരുന്നു? അദ്ദേഹമായിരുന്നു രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ വൈസ് പ്രസിഡന്റ്. നമ്മുടെ വൈസ് പ്രസിഡന്റാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ആയിരിക്കും രാജ്യസഭ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഈ രാജ്യസഭയുടെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നെഹ്റുവാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ ചെയർമാൻ ആയിരുന്നത് ഹാമിദ് അൻസാരിയാണ്. ഏറ്റവും കുറച്ച് കാലം ആരായിരുന്നു? വി ഗിരിയാണ്. രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ SV കൃഷ്ണമൂർത്തി റാവുവാണ്. രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? SV കൃഷ്ണമൂർത്തി റാവുവാണ്. രാജ്യസഭയുടെ ചെയർമാനായ മലയാളി ആരായിരുന്നു? KR നാരായണനാണ്. ഒരു മലയാളി ആയിട്ടുള്ളൂ, അതാണ് ആദ്യം അവസാനം ഒന്നും കൊടുക്കാതെ കേട്ടോ. രാജ്യസഭയുടെ ചെയർമാനായ ഒരേ ഒരു മലയാളിയാണ് KR നാരായണൻ. ഇനി രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി M ജേക്കബാണ്. രണ്ടാമത്തെ മലയാളി PJ കുര്യനാണ്. ഇദ്ദേഹമായപ്പോഴാണ് ക്യാബിനറ്റ് പദവി കൊടുക്കുന്നത്. അപ്പോൾ ക്യാബിനറ്റ് പദവി ലഭിച്ച ഡെപ്യൂട്ടി ചെയർമാനാണ് ആര്? PJ കുര്യൻ. ആദ്യ സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ SN മുഖർജി. ഇത് ഒരുപാട് കാണാതെ പഠിച്ച സമയം കളയേണ്ടതല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് വായിക്കുക മാത്രമല്ല. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സമയം നഷ്ടപ്പെടൽ മാത്രമായിരിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ
ഒരു കൺവെൻഷണൽ PSCയുടെ ആണ്. പാറ്റേണൊക്കെ മാറി നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇത് വായിക്കാതെ പോകുന്നതും മണ്ടത്തരമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ വനിതകൾ ആരൊക്കെയായിരുന്നു? വയലറ്റ് അൽവ, നജ്മ ഹെപ്തുള്ള, പ്രതിഭ പാട്ടീലാണ്. ഈ 3 പേരുമാണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ വനിതകൾ. ഇതുവരെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺസ് ആയ വനിതകളാണ് 3 പേര്. വയലറ്റ് ഹൽവ, നജ്മ ഹെപ്തുള്ള, പ്രതിഭ പാട്ടീൽ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാന്ന് വെച്ചാൽ രുക്മിണി ദേവി അരുണ്ടേ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് രുക്മിണി ദേവി അരുണ്ടേൽ. എങ്ങനെയാണ് നാമനിർദ്ദേശം ചെയ്യുക, ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇവർ ആർട്ടായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. രുക്മിണി ദേവി അരുണ്ടേൽ. ക്ലാസിക്കൽ ഡാൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതാ സിനിമാ താരം ആരാന്ന് വെച്ചാൽ നർഗീസ് ദത്താണ്. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാംഗമായിരുന്നത് നജ്മ ഹെപ്തുള്ളയാണ്. 6 തവണയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കരാണ്. രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിത ആരായിരുന്നു വെച്ചാൽ ലക്ഷ്മി N മേനോൻ. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. 1952 ബീഹാറിൽ നിന്നുമായിരുന്നു രാജ്യസഭാംഗമായത്. ഇനി അടുത്ത കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിത ആരാന്ന് വെച്ചാൽ ഭാരതി ഉദയഭാനുവാണ്. 1954 കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ മലയാളി വനിതയാണ് ആര്യ ഭാരതി. ഇത് ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിത ഭാരതി ഉദയഭാനു. ഇവരെഴുതിയ പുസ്തകമാണ് അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ആരാണ് രചിച്ചത് എന്ന് വെച്ചാൽ ഭാരതി ഉദയഭാനുവാണ്. 2 തവണ രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന വ്യക്തികളായിരുന്നു. ആദ്യത്തെ ആളും പിന്നെ ഹാമിദ് അൻസാരി ആയിരുന്നു. ഡോക്ടർ S രാധാകൃഷ്ണൻ ആൻഡ് ഹാമിദ് അൻസാരി. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണ്? കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളാണ്. നോമിനേറ്റഡ് മെമ്പേഴ്സാണ് ഫ്രം കേരള. ആരൊക്കെയാണ്? സർദാർ KM പണിക്കർ ആദ്യത്തെ ആളാണ്. ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. G രാമചന്ദ്രനാണ് 2. മൂന്നാമത്തെ ആൾ G ശങ്കരക്കുറുപ്പാണ്. ഇദ്ദേഹം കവിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരൊന്ന് ആലോചിച്ച് വയ്ക്കുക. അബു അബ്രഹാം, ഇദ്ദേഹമായിരുന്നു ആദ്യത്തെ കാർട്ടൂണിസ്റ്റ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യത്തെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട. പിന്നെ കസ്തൂരി രംഗൻ, ലാസ്റ്റ് സുരേഷ് ഗോപി. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ കായിക താരം ആരാന്ന് വെച്ചാൽ ധാരാ സിംഗ് ആണ് കേട്ടോ. അദ്ദേഹം ഒരു റെസ്ലർ ആയിരുന്നു. ഇനി സെക്കൻഡ് എന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഇനി നിലവിലുള്ള നമ്മുടെ രാജ്യസഭയിലെ ആൾക്കാരെ കുറിച്ചാണ് നമുക്ക്. ആരാണ് ചെയർമാൻ? ജഗ്ദീപ് ധൻഖറാണ്. നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ ആരാണ്? ജഗ്ദീപ് ധൻഖറാണ് ഇപ്പോഴത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റും നമ്മുടെ രാജ്യസഭാ ചെയർമാനും. ഇനി ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവൻഷ് നാരായൺ സിംഗ് ആണ്. ഹരിവൻഷ് നാരായൺ സിംഗ് ആണ് നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. സെക്രട്ടറി ജനറൽ ആരാന്ന് വെച്ചാൽ പ്രമോദ് ചന്ദ്ര മോഡിയാണ്. PC മോഡി. ഇനി നമ്മുടെ സഭയുടെ ലീഡർ, രാജ്യസഭയുടെ ലീഡർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഭരണപക്ഷത്തു നിന്നും പീയൂഷ് ഗോയലാണ്. പ്രതിപക്ഷ നേതാവ് ആരാന്ന് വെച്ചാൽ മല്ലികാർജുന ഖാർഗെയാണ് പ്രതിപക്ഷ നേതാവ്. ഓക്കെ, ഇനി നമുക്ക് ലോകസഭയുള്ള ഫാക്ട്സ് നോക്കാം. ലോകസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17 ഓക്കെ ആണല്ലോ. 1952 ഏപ്രിൽ 17 ലോകസഭ നിലവിൽ വന്നത്. ലോകസഭയുടെയും രാജ്യസഭയുടെയും ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണ്? മെയ് 13 1952. ഇനി ലോകസഭയുടെ പിതാവ് ആരാണ്? GV മാവ്ലങ്കർ ആണ്. നമ്മൾ ഈ പേര് എവിടെ പഠിച്ചിട്ടുണ്ടാവും? ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതിന് കാരണം എന്തായിരുന്നു? ആദ്യത്തെ ലോകസഭാ സ്പീക്കർ ആരായിരുന്നു? GV മാവ്ലങ്കർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? MA അയ്യങ്കാർ. ആദ്യ സെക്രട്ടറി ജനറൽ MN കൗൾ. ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ. ലോകസഭയിൽ അംഗങ്ങളായ ആദ്യ മലയാളി വനിതകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ലോകസഭ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് വായിക്കാം. ലോകസഭയിൽ അംഗങ്ങളായ ആദ്യ മലയാളി വനിതകൾ 2 പേര് ഒരുമിച്ച് 1952 തന്നെയാണ്. ലോകസഭയിൽ അംഗങ്ങളായ ആദ്യ മലയാളി വനിതകൾ ആരൊക്കെയാണ്? തിരുവനന്തപുരത്തു നിന്നും മാനി മസ്ക്രീനും ദിണ്ടിഗലിൽ നിന്നും അമ്മു സ്വാമിനാഥൻ. ദിണ്ടിഗൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നിന്നും അമ്മു സ്വാമിനാഥനും തിരുവനന്തപുരത്ത് നിന്ന് ആനി മസ്ക്രീനും. ഇവരാണ് ലോകസഭയിൽ അംഗങ്ങളായ ആദ്യത്തെ മലയാളി വനിതകൾ. ഈ പേര് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. എവിടെ? നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് കൂടാതെ ദാക്ഷായണി വേലായുധനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനുമാണ് ലോകസഭയിൽ അംഗങ്ങളായ ആദ്യത്തെ മലയാളി വനിതകൾ. 1952 ഇരു സഭകളിലെയും, അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമായ ആദ്യത്തെ മലയാളി വനിത ആരാന്ന് വെച്ചാൽ ആരാണ്? അമ്മു സ്വാമിനാഥനാണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? മജോരിയോ ഗോഡ്ഫ്രെ ആണ്. മജോരിയോ ഗോഡ്ഫ്രെ. ഏറ്റവും കൂടുതൽ കാലം ലോകസഭാംഗമായിരുന്നത് ഇന്ദ്രജിത് ഗുപ്തയാണ്. 11 തവണയാണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ്. ലോകസഭയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനാണ്. ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളിയാണ് CM സ്റ്റീഫൻ. ഏക മലയാളി പിന്നീട് ആയിട്ടില്ല, അതുകൊണ്ടാണ് CM സ്റ്റീഫൻ. ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളിയാണ് CM സ്റ്റീഫൻ. ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വനിത ആരായിരുന്നു? സോണിയാഗാന്ധി ആയിരുന്നു. സെക്കൻഡ് സുഷമ സ്വരാജ് ആയിരുന്നു. ഇനി നിലവിലെ കാര്യങ്ങൾ നോക്കാം. ഇപ്പം നിലവിൽ നമ്മുടെ 17ാമത്തെ ലോകസഭയാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. 17ാമത്തെ ലോകസഭയാണ്. അതിൻ്റെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. സ്പീക്കർ ആരാണ്? ഓം ബിർള. ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ പോസ്റ്റ് 2021 മുതലത്തെ വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ആരും ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടില്ല. സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ഉത്പൽ കുമാർ സിംഗ് ആണ് സെക്രട്ടറി ജനറൽ. സഭയുടെ ലീഡർ ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും സഭയുടെ ലീഡർ. എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കണം എന്നില്ല. പ്രധാനമന്ത്രി ലോകസഭയത്തെ നേതാവാണ് പ്രധാനമന്ത്രി ആകുന്നതെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും ലോകസഭാ ലീഡർ കേട്ടോ. ഇനി രാജ്യസഭയിൽ നിന്നാണ് പ്രധാനമന്ത്രി വരുന്നതെങ്കിൽ അതുപോലെ ആയിരിക്കും. അപ്പോൾ സഭയുടെ ലീഡർ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേസിൽ നരേന്ദ്രമോദിയാണ് സഭയുടെ ലീഡർ. പ്രതിപക്ഷ നേതാവ് വേക്കൻ്റ് ആണ്. അതായത് പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിക്ക് അതിന് വേണ്ട ഭൂരിപക്ഷം പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ല നമ്മുടെ ലോകസഭയിൽ. ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 79 എന്താ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർലമെൻറ്റ് എന്താണെന്ന് പറയുന്നു. അതിൽ ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 80 രാജ്യസഭയുടെ ഘടനയെക്കുറിച്ച്, കോമ്പോസിഷൻ ഓഫ് ദി രാജ്യസഭയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 80. അപ്പോൾ എന്താണ് രാജ്യസഭയെ കുറിച്ച് പറയുന്നത്? രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250 ആയിട്ടാണ് ഭരണഘടനയിൽ പറയുന്നത്. അത് മാക്സിമം 250 പേരെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇതിൽ ഈ 250-ൽ 238 അംഗങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ്. അതും എങ്ങനെയായിരിക്കണം? പരോക്ഷമായിട്ടായിരിക്കണം. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കണം. ഇൻഡയറക്റ്റ് ഇലക്ഷൻ, ഈ കീവേഡുകളൊക്കെ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വയ്ക്കുക. ഇതാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? ഇൻഡയറക്റ്റ് പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിരിക്കണം പ്രദേശങ്ങളിൽ നിന്നും. പിന്നെ ആലോചിച്ച് വെക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ 250-ലാണ് 238 എന്ന് പറയുന്നത്. ഈ 237 ബാക്കി 12 അംഗങ്ങളായിരിക്കും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തവരായിരിക്കണം. അപ്പോൾ 12 അംഗങ്ങളെയാണ് രാഷ്ട്രപതി എവിടേക്ക്? നമ്മുടെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതെന്ന് ആലോചിക്കാം. പക്ഷേ 250 മാക്സിമം സ്ട്രെങ്ത് ആണ്. നിലവിൽ എത്രയാണുള്ളത്? 245 പേരാണ് രാജ്യസഭയിലുള്ളത്. ഇതിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് 229 പേരും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 4 പേരും മാത്രമേ എവിടെയുള്ളൂ? നമ്മുടെ രാജ്യസഭയിലുള്ളൂ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ എണ്ണം 12 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഏത് ആർട്ടിക്കിളിലാണ് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്നതിനെ പറ്റി രാജ്യസഭയുടെ കാര്യത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 80-ലാണ് എന്ത് പറയുന്നത്? പ്രസിഡന്റ് 12 പേരെ എവിടേക്ക്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ രാജ്യസഭയിലേക്കുള്ള ഓരോ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സീറ്റ്, അല്ലെങ്കിൽ എത്ര പേരാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് പോകേണ്ടത് എന്ന് പറയുന്ന ആ സീറ്റുകളുടെ ആ ഒരു കണക്ക് എവിടെയാണ് പറയുന്നത്? നമ്മുടെ പട്ടിക 4-ലാണ്. ഷെഡ്യൂള് 4-ലാണ് രാജ്യസഭയിലെ സീറ്റുകളും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുവദിച്ചതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് സംസ്ഥാനങ്ങളുടെ കാര്യം ഒന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്, അതായത് രാജ്യസഭയിലേക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ്, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും
നമ്മുടെ രാജ്യസഭയിലേക്ക് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പോപ്പുലേഷനാണ്, പോപ്പുലേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ തരത്തിലായിരിക്കും പോപ്പുലേഷൻ നമുക്കറിയാം. ചില സ്ഥലത്ത് വളരെ കുറവായിരിക്കും, ചില സ്ഥലത്ത് ഭയങ്കര കൂടുതലായിരിക്കും. സോ അത് അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, ഓരോ സംസ്ഥാനങ്ങളിലും ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. കാരണം എന്താ, ഓരോ സ്ഥലത്തും പോപ്പുലേഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും, അതിനെ ബേസ് ചെയ്തായിരിക്കും ആ സംസ്ഥാനത്തുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു ഏകീകൃത സ്വഭാവം ഉണ്ടായിരിക്കില്ല, അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിച്ച് വയ്ക്കണം ഒരു പോയിൻ്റാണ്, രാജ്യസഭയുടെ സീറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എന്തുണ്ടാവില്ല, ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കില്ല. നോ ഈക്വൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നോ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കുക. ഇതിന് പകരം ഏത് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പഠിക്കും, ഏത് റെപ്രസെൻറ്റേഷനാണ്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ള കാര്യം ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കുക. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഉത്തർപ്രദേശിൽ കണ്ടില്ലേ 31 സീറ്റുകളാണ് എവിടെയുള്ളത്, രാജ്യസഭയിലുള്ളത്. ആ സമയത്ത് ഈ പറയുന്ന ഗോവ, ത്രിപുര, മേഘാലയ, മണിപ്പൂരിലൊക്കെ ആകെ ഒറ്റ സീറ്റേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 9 സീറ്റാണ്. ഓക്കെ, അതേപോലെ ഡൽഹി 3 സീറ്റ്, പുതുച്ചേരി 1 സീറ്റ്, ജമ്മു കാശ്മീരിന് 4 സീറ്റ്. ഈ 4 സീറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലോകസഭയിൽ 5 സീറ്റ്. ഈ പറയുന്നത് ഇപ്പം നിലവിലില്ല. കാരണം എന്താണ്, ഇപ്പം നിലവിൽ ജമ്മു കാശ്മീരിന് എന്തില്ല, ഒരു നിയമസഭയില്ല. ആ നിയമസഭ അധികാരത്തിൽ വരുന്ന സമയത്തായിരിക്കും രാജ്യസഭയിലേക്കും 4 സീറ്റ്, ലോകസഭയിലേക്ക് 5 സീറ്റ് ജമ്മു കാശ്മീരിൽ നിന്ന് പോകുന്നത്. മനസ്സിലായി? ഇപ്പോൾ അതൊരു പ്രസിഡന്റ് റൂളും യൂണിയൻ ടെറിട്ടറി ഒക്കെ ആയി കിടക്കുന്നത് കൊണ്ട് എന്തല്ല, ഇപ്പോൾ പറയുന്ന സീറ്റ് വാക്കൻ്റ് ആയിട്ട് കിടപ്പാണ് കേട്ടോ. എപ്പോഴാണോ നിയമസഭ, ഇപ്പോൾ സുപ്രീം കോടതി ഓർഡറൊക്കെ വന്നിട്ടുണ്ട് നിയമസഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നിയമസഭ ഉണ്ടാകുന്ന സമയത്താണ് ഈ 4 സീറ്റും 5 സീറ്റും രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും വരാൻ പോകുന്നത്. ഓക്കെ, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന നിയമസഭയിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനമാക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനം അല്ലെങ്കിൽ ഇപ്പം നിലവിൽ യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ അത് അപ്ലൈ വരില്ല, ഇപ്പോൾ നിലവിൽ വാക്കൻ്റ് ആണെന്ന് ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബർ, ചണ്ഡീഗഡ്, ലഡാക്ക്, ലക്ഷദ്വീപ് ഇവിടെയൊന്നും സീറ്റേ ഇല്ല. അതേപോലെ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഇവർക്കൊന്നും എന്തില്ല, രാജ്യസഭയിൽ സീറ്റ് ഇല്ല എന്നുള്ള കാര്യം വിലക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ലോകസഭയുടെ സീറ്റുകളുടെ എണ്ണമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റും ഏറ്റവും കൂടുതൽ ലോകസഭ സീറ്റുള്ളത്. പിന്നെ കേരളത്തിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു വയ്ക്കുക, 9 സീറ്റാണ് രാജ്യസഭയിലുള്ളത്, 20 സീറ്റാണ് ലോകസഭാ സീറ്റുകൾ കേരളത്തിൽ നിന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ബേസ്ഡ് ഓൺ പോപ്പുലേഷനാണ് ഈ സാധനം കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം എവിടെ ഇല്ല, രാജ്യസഭയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതായത് നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ നിയമസഭ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നിയമസഭ, അവിടെ MLA-മാരാണ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇപ്പോൾ എല്ലാവരും ഇലക്റ്റഡേ ഉള്ളൂ, ഇപ്പോൾ എന്താ നോമിനേറ്റഡ് അംഗങ്ങളില്ല. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റെന്താണ് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെയൊക്കെ ഒഴിവാക്കിയത്, ഭരണഘടനാ ഭേദഗതിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം നിലവിൽ എന്തേ ഉള്ളൂ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമേ എവിടെയുള്ളൂ, സംസ്ഥാന നിയമസഭകളിലുള്ളൂ. സോ ഇവിടെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ, സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഓരോ സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കും. അപ്പോൾ MLA-മാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭയിലെ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത് MLA-മാരായിരിക്കും. അത് ഏതാ വ്യവസ്ഥ? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലെ ഒറ്റ കൈമാറ്റ വോട്ട് അനുസരിച്ചാണ്, ഈ പറയുന്ന സിസ്റ്റം പ്രകാരമാണ് രാജ്യസഭയിൽ ഇലക്ഷൻ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ലോകസഭാ ഇലക്ഷൻ്റെ സിസ്റ്റത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സിസ്റ്റമാണ്. ഏത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ അതിൻ്റെ പ്രോസസ്സ് വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ലോകസഭാ ഇലക്ഷനിൽ ഈ ഒരു പ്രാതിനിധ്യ സമ്പ്രദായം ഒഴിവാക്കിയിട്ടുള്ളത്. പോരാത്തതിന് ഇപ്പോൾ പെട്ടെന്നൊരു ബൈ ഇലക്ഷൻ നടക്കണമെന്ന് വിചാരിക്കുക, ആ ബൈ ഇലക്ഷൻ നടക്കുക എന്നൊക്കെ പറയുന്നത് ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലോകസഭാ ഇലക്ഷനിൽ ഡയറക്റ്റ് ഇലക്ഷൻ സ്വീകരിക്കുന്നതിന് കാരണമാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ ഒഴിവാക്കിയത്. മനസ്സിലായോ? അപ്പോൾ ആലോചിച്ച് വയ്ക്കേണ്ടത്, രാജ്യസഭയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്
ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ്. അത് അടിവരയിട്ട് പഠിച്ചോളുക, സ്റ്റേറ്റ്മെൻ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആരാണ് എലക്ട്? നമ്മുടെ ഓരോ നിയമസഭയിലെയും എലക്റ്റഡ് മെമ്പേഴ്സ്, എലക്റ്റഡ് MLA-മാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാജ്യസഭയിലെ ആ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് രാജ്യസഭയിൽ സീറ്റുകൾ നൽകുന്നത്. അതിനാൽ തന്നെ ഓരോ സംസ്ഥാനത്തിനും പ്രതിനിധികളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞു, ഉത്തർപ്രദേശിന് എത്രയാണ്? 31 സീറ്റ് ഉണ്ട്. ത്രിപുരയ്ക്കാണെങ്കിൽ 1 സീറ്റേ ഉള്ളൂ. കേരളത്തിനാണെങ്കിൽ 9 സീറ്റ്. അങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം എങ്ങനെയാണ് രാജ്യസഭയിൽ നിന്ന് നോക്കാം. രാജ്യസഭയിലെ ഓരോ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെയും പ്രതിനിധികളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പരോക്ഷമായിട്ട് തന്നെയാണ്. സെയിം സാധനമാണ്, ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. ഇതിനായി എന്തിനു വേണം? പ്രത്യേകം രൂപീകരിച്ച ഒരു ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം എങ്ങനെയാണ് രാജ്യസഭയിൽ ചോദിച്ചാൽ അതിൽ ഒരു പ്രത്യേക ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം, അതായത് രാജ്യസഭയിലെ ഇലക്ഷൻ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി മാത്രം ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രസിഡന്റിൻ്റെ കാര്യം പഠിക്കുമ്പോൾ ഇലക്ടറൽ കോളേജ് പഠിക്കുന്നുണ്ട്. അതല്ല ഇവിടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഇലക്ടറൽ കോളേജ് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലെ അംഗങ്ങളാണ് ആരെ സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ പ്രതിനിധികളെ പരോക്ഷമായിട്ട് തിരഞ്ഞെടുക്കുന്ന രാജ്യസഭയിലെ ഓരോ കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നും. ഇവിടെ എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് സമ്പ്രദായം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനൊന്നും രാജ്യസഭയിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ രാജ്യസഭ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എന്താണ്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. അത് സ്റ്റേറ്റിനും ഇതിന് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. രാജ്യസഭയ്ക്ക് കോമൺ ആയിട്ട് ഒരു സാധനമാണ്. ഇനി നമ്മുടെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 എണ്ണത്തിന് മാത്രമേ എന്തുള്ളൂ? രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളൂ എന്ന് ആലോചിച്ച് വയ്ക്കുക. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. ഈ 3 യൂണിയൻ ടെറിട്ടറീസിന് മാത്രമേ എവിടെയുള്ളൂ? നമ്മുടെ രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളൂ. ബാക്കി 5 പേർക്കും ഇല്ല. മറ്റ് 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ജനസംഖ്യ വളരെ കുറവായതിനാൽ ഒരു പ്രതിനിധിയും ഇവിടെ നിന്ന് ഇല്ല എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കുക. ഇതൊക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഡീറ്റെയിലിങ്ങോടെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇലക്ട് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്താണെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പ്രതിനിധിയെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നു, നമ്മൾ ഒരാളെ ജയിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും പ്രതിനിധിയും തമ്മിൽ നേരിട്ട് കാണുന്നുണ്ടോ? കാണുന്ന അവസരങ്ങൾ. ഇപ്പോൾ അവർ വോട്ട് ക്യാമ്പയിനിങ്ങിന് വേണ്ടി നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്, നമ്മൾ അവരെ നേരിട്ട് കാണുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? പക്ഷേ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വരുന്ന സമയത്ത് എന്തായിരിക്കും? നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട MLA-മാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളല്ല വോട്ട് ചെയ്യുന്നത്. ആരാ വോട്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് ആരെ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ, ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഉള്ള ഒരു ഇലക്ഷൻ അവിടെ വരുന്നില്ല എന്നാണ് കാര്യം ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിയൻ ടെറിട്ടറിൻ്റെ കാര്യം പറഞ്ഞു, സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ കാര്യം നോക്കാം. ആരൊക്കെയാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രസിഡൻ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 80 അത് പറയുന്നത്. ആർട്ടിക്കിൾ 80 ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 80 ക്ലോസ് C8 ആണ് ഈ നോമിനേഷനെ കുറിച്ച് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കേണ്ട. ആർട്ടിക്കിൾ 80 കോമൺ ആയിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ കല 4 മേഖലകളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്, ഈ 4 മേഖലകളിൽ നിന്നാണ് ഈ 4 മേഖലകളിൽ പ്രത്യേക അറിവും
പരിചയസമ്പന്നതയുമുള്ള എത്ര പേരെയാണ്? 12 അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് ആര് നാമനിർദ്ദേശം ചെയ്യുന്നത്? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കുക. ഇതിനു പിന്നിലെ യുക്തി എന്തെന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നു പോകാതെ പ്രമുഖ വ്യക്തികൾക്ക് രാജ്യസഭയിൽ സ്ഥാനം നൽകുക. അതായത് എല്ലാവരും ഇലക്ഷൻ വഴിയായിരിക്കും സാധാരണ പോകുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ഇലക്ഷൻ വഴി പോകാൻ ചാൻസ് കുറവുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഇവർ പ്രശസ്തരായിരിക്കും, പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അത്ര ഒരു സമ്പർക്കം ഉണ്ടായിരിക്കില്ല. സോ ഇവർക്ക് ഈ കഴിവുള്ള ആൾക്കാരെ എന്ത് ചെയ്യാണ്? രാജ്യസഭയിലേക്ക് ഇലക്ഷനൊന്നും കൂടാതെ അവരുടെ കഴിവ് അവർക്ക് അവിടെ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു അവസരം അവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു നോമിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 80 പറയാനുള്ളത്. അടുത്തത് ആർട്ടിക്കിൾ 81 ലോകസഭയുടെ ഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 81 എന്താ പറയുന്നത്? ലോകസഭയുടെ ഘടന. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് 552 എന്നാണ്. ഇതിൽ 530 സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിരിക്കും, 20 പേര് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രതിനിധികളായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ നിലവിലുള്ളത് പിന്നെ 2 പേരെന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ ആയിരിക്കും, 2 പേര് ആംഗ്ലോ ഇന്ത്യൻസ് ആയിരിക്കും. മനസ്സിലായില്ല? അപ്പോഴാണ് എന്തായിരുന്നു ടോട്ടൽ 552 എന്ന് പറയുന്ന ടോട്ടൽ സംഖ്യ വരുന്നത്, മാക്സിമം മെമ്പർഷിപ്പ്. പക്ഷേ നിലവിൽ എത്രയേ ഉള്ളൂ? 543 ഉള്ളൂ. അത് എത്രയാണ്? 530 + 13. ഈ സംഭവം ഇപ്പോൾ ഇല്ല, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ 530 സംസ്ഥാനങ്ങളിൽ നിന്ന് 530 പേരും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 13 പേരുമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ 17ാമത്തെ ലോകസഭയിൽ ഉള്ളത്. ഓക്കെ, ഇനി അറിയേണ്ട ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലോകസഭയുടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ടെറിട്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള പേരും കൂടി ഇതിനുണ്ട്. അതായത് ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് ഇതിന് വരുന്നത്. മനസ്സിലായോ? അതായത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നാം പറഞ്ഞു ഡയറക്റ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. ഡയറക്റ്റ് ഇലക്ഷനാണ് നടക്കുന്നത് ഇവിടെ ലോകസഭയിൽ. അപ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻ നടത്താൻ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനങ്ങളെയും ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് അഥവാ നിയോജക മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങളുടെ ജില്ലകളിലെ ഓരോരുത്തരെയും നിങ്ങൾക്കറിയാം, ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഡിവൈഡ് ചെയ്ത കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഡയറക്റ്റ് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളെയും ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇത് സംസ്ഥാനങ്ങൾ തമ്മിലും അതേപോലെ സംസ്ഥാനങ്ങൾക്കുള്ളിൽ, ഇപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യസ്ത സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ മൊത്തം 28 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ 28 സംസ്ഥാനങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? ലോകസഭയിലേക്കുള്ള ആ ഒരു സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വരാൻ പാടില്ല. മനസ്സിലായി? ആ ഒരു റേഷ്യോ സെയിം ആയിരിക്കണം. അപ്പോൾ സംസ്ഥാനം വലിയതായിരിക്കും, അവിടെ പോപ്പുലേഷൻ വ്യത്യാസപ്പെടാം, ഇതൊക്കെ മാറ്റം വരുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് ഒരു ഫിക്സഡ് റേഷ്യോ എന്നുള്ള രീതിയിലായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കുള്ളിലും ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസീസ് വലുതായിരിക്കാം, ചിലത് ചെറുതായിരിക്കാം. അപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ളിൽ പോലും ആ ഒരു വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ അതിലൊരു റേഷ്യോ എന്നുള്ള രീതിയിലാണ്, ഈ പോപ്പുലേഷനൊക്കെ വെച്ചുള്ള ഒരു റേഷ്യോ എന്നുള്ള രീതിയിലാണ് ഇത് കണക്കാക്കുന്നത്. ആ റേഷ്യോ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും ഇത്ര സീറ്റ് എന്ന് കൊടുക്കുന്നത്. അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഓരോ സീറ്റ് എന്ന നിലയിൽ ഓരോ സംസ്ഥാനത്തിന് ഇത്ര സീറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിന് എത്ര സീറ്റാണ്? 20 സീറ്റ് എന്ന് പറയുന്നത് ആ ഒരു റേഷ്യോനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് കേരളത്തിനത്. കേരളത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ എണ്ണം, എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്, ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിൽ എത്ര ജനസംഖ്യയുണ്ട്, ഇതൊക്കെ അടിസ്ഥാനത്തിൽ ഒരു റേഷ്യോ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിസിലാണ് കേരളത്തിന് 20 സീറ്റുകൾ കൊടുക്കുന്നത്. ഉത്തർപ്രദേശ് വലിയ സംസ്ഥാനമാകുമ്പോൾ അതിനനുസരിച്ചുള്ള റേഷ്യോ കണക്റ്റ് ആക്കിയിട്ടാണ് 80 കൊടുക്കുന്നത്. പക്ഷേ ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സംസ്ഥാനങ്ങളും തമ്മിൽ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആ സെയിം ആക്കിയിട്ടുള്ള ഒരു യൂണിഫൈഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു യൂണിഫോം, ഒരു ഏകീകൃത സ്വഭാവം വരുത്തുന്ന രീതിയിലായിരിക്കും ലോകസഭയിൽ സീറ്റുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? രാജ്യസഭയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് നടക്കുന്നില്ല. അവിടെ എന്താണ് പോപ്പുലേഷൻ ബേസ് ചെയ്ത് മാത്രമാണ് നടക്കുന്നത്. അവിടെ ഒരു റേഷ്യോയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യുന്നില്ല, ഒരു ഇക്വേറ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്ന് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് രാജ്യസഭയുടെ കേസിൽ. ഓക്കെ, പക്ഷേ ലോകസഭയിൽ അങ്ങനെയല്ല. എന്താണ്, ഓരോ സംസ്ഥാനങ്ങളും തമ്മിലും, ഇനിയിപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ളിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസ് തമ്മിൽ എന്തുണ്ട്, ഒരു യൂണിഫോമിറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ എവിടെ കാണാം? നമുക്ക് ലോകസഭയിൽ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ലോകസഭയുടെ കേസിൽ നമുക്കൊരു യൂണിഫോമിറ്റി കാണാം.
അവിടെ അതുണ്ട്. റെപ്രസെൻറ്റേഷനിൽ ഓരോ പ്രാതിനിധ്യ സമ്പ്രദായത്തിലും ഒരു യൂണിഫോമിറ്റി അവിടെ കാണാം എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇനി ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മറ്റൊരു പേരാണ് ടെറിട്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു. ഇതാണ് എന്ത് ലോകസഭയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതാണ് ലോകസഭയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇത് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരാളെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ പേര് നിന്ന് അതിൽ ഒരാൾ മാത്രമേ ജയിക്കുന്നുള്ളൂ. ആ ഒരു സമ്പ്രദായമാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധി മാത്രമേ ജയിച്ച് മുന്നേറുന്നുള്ളൂ. ആർക്കാണോ മെജോറിറ്റി വോട്ട് കിട്ടുന്നത് അയാൾ മാത്രമേ ഇലക്ഷനിൽ ജയിച്ച് മുന്നോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ആ ഒരു സമ്പ്രദായത്തെയാണ് ഈ പേരിട്ട് വിളിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഈ പേര് ടെക്നിക്കൽ ടേം ആയിട്ട് നിങ്ങൾ പഠിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഓരോ ആളുകളെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അത്തരം കോൺസ്റ്റിറ്റ്യുവൻസികളെ നമ്മൾ എന്ത് പറയുന്നു, സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് പറയുന്നത് അല്ലേ. അവിടുന്ന് ഒരാളല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ലോകസഭയിൽ നടക്കുന്ന ഇലക്ഷൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അറിയേണ്ട കാര്യം ഡീലിമിറ്റേഷനെ കുറിച്ചാണ്. ഇപ്പോൾ അതിർത്തികൾ ഇപ്പോൾ ഓരോ ഇലക്ഷൻ നടക്കുന്ന സമയത്തും എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴെന്ന് വെച്ചാൽ ഓരോരോ സെൻസസുകൾ കഴിയുമ്പോൾ 2001 സെൻസസ് കഴിഞ്ഞു, ഇനി 2021 സെൻസസ് വരാൻ പോകുന്നു. അപ്പോൾ 2001 സെൻസസ് കഴിഞ്ഞ തൊട്ടടുത്ത വർഷം ഇവരെന്ത് ചെയ്യണം, ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ഓരോരോ കോൺസ്റ്റിറ്റ്യുവൻസിനെ എന്ത് ചെയ്യണം, റീഡ്രോ ചെയ്ത് അതിൻ്റെ അതിർത്തികളൊക്കെ പുനർനിർമ്മിക്കണം എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അത് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 82 പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 82 പറയുന്നത്? ഓരോ സെൻസസുകൾക്ക് ശേഷവും പാർലമെൻറ്റ് ഒരു ഡീലിമിറ്റേഷൻ നിയമം കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എന്താണ് ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഡീലിമിറ്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിയമനിർമ്മാണ സഭ ഉള്ള ഒരു സംസ്ഥാനത്ത്, അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള ഒരു സംസ്ഥാനത്ത് പ്രാദേശിക മണ്ഡലങ്ങളുടെ പരിധികളോ അതിരുകളോ നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് എന്നതാണ്. അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ അതിരുകളും അതിൻ്റെ പരിധികളൊക്കെ നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 182 എന്താണെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 170 പറഞ്ഞിട്ടുണ്ട് ഓരോ സെൻസസിന് ശേഷവും ഡീലിമിറ്റേഷൻ നിയമപ്രകാരം സംസ്ഥാനങ്ങളും പ്രാദേശിക മണ്ഡലങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഓരോ സെൻസസിന് ശേഷവും ഡീലിമിറ്റേഷൻ നിയമപ്രകാരം സംസ്ഥാനങ്ങളും എന്തായിട്ടുണ്ട്, പ്രാദേശിക മണ്ഡലങ്ങളായിട്ട് ഓരോരോ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. അതിർത്തികൾ പുനർനിർമ്മിക്കലാണ് ഇവരെ ജോലി. ലാസ്റ്റ് വന്നത് 2001 സെൻസസ് പ്രകാരമാണ്. അത് വെച്ചിട്ട് ഈ കോൺസ്റ്റിറ്റ്യുവൻസി ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് 87ാമത്തെ ഭരണഘടനാ ഭേദഗതി 2003 അപ്പോൾ ആലോചിച്ച് വയ്ക്കുക, 2001 സെൻസസ് വഴിയാണ് ഇപ്പോഴുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷൻ വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഭേദഗതി ഒന്നും അത്ര പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് അതിശക്തമായ ഒരു കമ്മീഷനാണ് എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടത്തുന്നത്. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ, ഇതിൻ്റെ മറ്റൊരു പേരാണ് അതിർത്തി കമ്മീഷൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഔപചാരികമായ മറ്റൊരു പേര്. ഇനി ഈ കമ്മീഷൻ വളരെ ശക്തമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവുകൾ ഒരു കോടതിയിലും വെല്ലുവിളിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു 2001 സെൻസസ് നടന്നത്. അപ്പോൾ തൊട്ടടുത്ത വർഷം 2002 എന്ത് വന്നു, ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിയമം നിലവിൽ വന്നു. ഇത് പ്രകാരം നിലവിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ഇത് പ്രകാരം നിലവിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജി ആയിരിക്കും. ഇനി 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണുള്ളത്. അതിൽ ഒരാളെന്ന് പറയുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ നിർദ്ദേശിക്കുന്ന, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിർദ്ദേശിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ. ഒന്നെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ പുള്ളി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ഇനി അതല്ലാതെ രണ്ടാമത്തെ വ്യക്തി ആരാണ്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. അങ്ങനെ 3 ആൾക്കാരായിരിക്കും ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ലോകസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ അതാത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും.
ഇനി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ നടത്തുന്നത്. അത് നിങ്ങൾക്കറിയാം, 18 വയസ്സായ ഒരാൾക്ക് ഈ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്യാം. പ്രായപൂർത്തി വോട്ടവകാശം പണ്ട് എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. അതിപ്പോൾ നിലവിലെ 18 വയസ്സാക്കി മാറ്റിയത് 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. 1988 ഈ ഭരണഘടനാ ഭേദഗതി വന്നത്. ഈ വർഷം കൂടി നിങ്ങൾ പഠിക്കണം. 1988 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലാണ് 18 വയസ്സാക്കിയിട്ട് ചുരുക്കിയിട്ടുള്ളത്. അത് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ എന്ന് നടക്കുന്നത്, ഈ ഇലക്ഷൻ നടക്കുന്നത്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലോകസഭയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി നിർദ്ദേശിക്കാൻ എന്താണ് ഭരണഘടന ആരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്? പാർലമെന്റിന് അധികാരം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലോകസഭയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന ആർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്? പാർലമെന്റ് അധികാരം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജനപ്രതിനിധി സഭയിലേക്കുള്ള നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിയമം 1965. ഇത് നിയമത്തിൻ്റെ പേരാണ് കേട്ടോ, അതൊന്നും കാണാതെ പഠിക്കണമെന്നില്ല, അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിലൂടെ എന്താ ചെയ്യുന്നത്? പ്രദേശങ്ങളിൽ നിന്നുള്ള ലോകസഭാംഗങ്ങളെയും നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവിടെയും ഡയറക്റ്റ് തന്നെയാണ്. അപ്പോൾ കോമൺ ആയിട്ട് ലോകസഭ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻ, കോമൺ ആയിട്ട് രാജ്യസഭ എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഓക്കെ, ലോകസഭയിലാണെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സമ്പ്രദായമാണെങ്കിൽ, രാജ്യസഭയിലാണെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്ന സമ്പ്രദായമാണ്. ഇനി നമ്മൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളെക്കുറിച്ച് രാജ്യസഭയിൽ പറഞ്ഞു. ലോകസഭയുടെ അവസ്ഥ എന്താണ്? 2 അംഗങ്ങളെ ആയിരുന്നു രാഷ്ട്രപതി ലോകസഭയിലേക്ക് നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അതാരായിരുന്നു? ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാമായിരുന്നു? 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ ഭരണഘടന പറയുന്നത് 1960 വരെയാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ പ്രാവർത്തികമാക്കേണ്ടിയിരുന്നത് എന്നാണ്. പക്ഷേ 95ാമത്തെ ഭരണഘടനാ ഭേദഗതി, അതായത് ഓരോ 10 വർഷം കൂടുമ്പോഴും ഓരോ ഭേദഗതി വഴി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടെന്ന് 95ാമത്തെ ഭരണഘടനാ ഭേദഗതി 2009 ഈ പറയുന്ന നീട്ടിക്കൊണ്ടുവരൽ ഏതുവരെയാക്കി? 2020 വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2020 വരെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ എവിടെ ഉണ്ടായിരുന്നു? ലോകസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2019 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2019 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ വ്യവസ്ഥ റദ്ദ് ചെയ്യപ്പെട്ടു. ഈ ഭേദഗതി നിലവിൽ വരുന്ന 2020 അപ്പോൾ 2020 വരെ ലോകസഭയിൽ ആരുണ്ടായിരുന്നു? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഈ ഭേദഗതി 2019 104ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന മുതൽ 2020 മുതൽ എന്ത് ചെയ്യപ്പെട്ടു? ഈ വ്യവസ്ഥ റദ്ദ് ചെയ്യപ്പെട്ടു. അതിനർത്ഥം എന്താണ്? ഇപ്പോൾ നിലവിൽ എന്തില്ല? നോമിനേറ്റ് ചെയ്ത 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഇപ്പോൾ എവിടെ ഇല്ല? ലോകസഭയിൽ ഇല്ല. ഓക്കെ, ഇനി പാർലമെന്റിന്റെ സഭകളുടെ ദൈർഘ്യം അത് പറയുന്ന ആർട്ടിക്കിൾ 83 പാർലമെന്റ് സഭകളുടെ ദൈർഘ്യത്തെക്കുറിച്ച് പറയും. എത്രയാണ് അവരുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, രാജ്യസഭ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് എന്താ പറയുന്ന ഹൗസാണ്, ഒരു തുടർച്ചയായ സഭയാണ്. അതിങ്ങനെ മുറിഞ്ഞു പോകുന്നില്ല, മനസ്സിലായില്ലേ? തുടർച്ചയായിട്ടുള്ള ഒരു സഭയാണ്. അത് ഇടയ്ക്ക് ഡിസോൾവ് ചെയ്യുന്നതോ അങ്ങനെയൊന്നുമില്ല, പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല. അതായത് ഇതൊരു പെർമനന്റ് ഹൗസാണ്, ഇതൊരു പെർമനന്റ് സ്ഥാപനമാണ്, പിരിച്ചുവിടലിന് വിധേയമല്ല. അപ്പോൾ ആലോചിച്ച് വെക്കുക, ഇത് പിരിച്ചുവിടാൻ പറ്റാത്ത ഹൗസാണ്, ഇതൊരു പെർമനന്റ് ഹൗസാണ് രാജ്യസഭ എന്ന് ആലോചിച്ച് വെക്കുക. എന്നിരുന്നാലും അതിൻ്റെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷത്തിലും വിരമിക്കുന്നു. എങ്ങനെയായിരിക്കും? 3-ൽ, അതായത് ഇവരുടെ കാലാവധി എന്ന് പറയുന്ന 6 വർഷമാണ്. അപ്പോൾ 6 വർഷം കഴിഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ പുറത്തു പോകും. അപ്പോൾ അടുത്ത ആൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ്. അല്ലാണ്ട് ഈ സഭ പൂർണ്ണമായിട്ടും പിരിച്ചുവിടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ സഭ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുന്നില്ല. മനസ്സിലായില്ലേ? 6 വർഷം കഴിഞ്ഞ് ഒരാൾ പുറത്തു പോകുമ്പോൾ അടുത്ത ആൾ ഓട്ടോമാറ്റിക്കലി കയറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3/1 1/3 ആൾക്കാർ ഓരോ 2 വർഷം കൂടുമ്പോൾ ഇങ്ങനെ വിരമിക്കുന്നു. എന്നിട്ട് പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. വിരമിക്കുന്ന അംഗങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും, അതായത് ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും വീണ്ടും ഇതിലേക്ക് തിരഞ്ഞെടുത്ത് രാജ്യസഭയിലേക്ക് വരാനും, അല്ലെങ്കിൽ പുനർനാമനിർദ്ദേശം നോമിനേഷൻ വഴി വീണ്ടും വരാൻ. ഇപ്പോൾ സുരേഷ് ഗോപി ഓൾറെഡി വന്നു, ഇനി വേണമെങ്കിൽ വീണ്ടും സുരേഷ് ഗോപിക്ക് നോമിനേഷൻ വഴി വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഭരണഘടന രാജ്യസഭാംഗങ്ങളുടെ കാലാവധിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഭരണഘടനയിൽ എന്ത് പറയുന്നില്ല? രാജ്യസഭകളുടെ കാലാവധി ഇത്രയാണെന്ന് പറയുന്നില്ല, അംഗങ്ങളുടെ കാലാവധി ഇത്രയാണെന്ന് പറയുന്നില്ല. പകരം എന്താ പറയുന്നത്? അത് തീരുമാനിക്കേണ്ടത് പാർലമെന്റ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പാർലമെന്റ് എന്ത് ചെയ്തു? ജനപ്രാതിനിധ്യ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരം ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാക്കിയിട്ടാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്? 6 വർഷമായിട്ട് പാർലമെന്റ് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ?
ലോകസഭ ഒരു തുടർച്ചയായ സഭയല്ല. രാജ്യസഭ തുടർച്ചയായ സഭയാണ്, ലോകസഭ എന്തല്ല, തുടർച്ചയായ സഭയല്ല. ലോകസഭ പിരിച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ സാധാരണ കാലാവധി 5 വർഷമാണ്. ചിലപ്പോൾ 5 വർഷത്തിന് മുന്നേ തന്നെ അത് പിരിച്ചുവിടാൻ പറ്റും. ആർക്ക് പറ്റും? പ്രസിഡന്റിന് പറ്റും. ഈ കാലാവധിക്ക് ശേഷം സഭ സ്വയമേവ പിരിയുന്നു. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി സഭ പിരിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? എന്നിരുന്നാലും പാർലമെൻറ്റ് ഏത് സമയത്തും പിരിച്ചുവിടാൻ ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഓക്കെ. ഇനി നാഷണൽ എമർജൻസി നടക്കുന്ന സമയത്താണെങ്കിൽ അത് വേറെ രീതിയിലാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയുടെ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരം പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കണം. അതായത് പാർലമെൻറ്റ് വരുമ്പോൾ ലോകസഭയും രാജ്യസഭയും കൂടി ഒരു നിയമം പാസ്സാക്കിയിട്ട് ലോകസഭയുടെ കാലാവധി 1 വർഷം എന്ന നിലയ്ക്ക് എത്ര സമയത്തേക്ക് വേണമെങ്കിലും നീട്ടാവുന്നത്. അതായത് ഓൾറെഡി 5 വർഷമായി, അപ്പോഴാണ് നാഷണൽ എമർജൻസി വന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അടുത്ത 1 വർഷത്തേക്ക് നീട്ടാം. പക്ഷേ അപ്പോഴും നാഷണൽ എമർജൻസി അവസാനിച്ചില്ല, അപ്പോൾ വീണ്ടും 1 വർഷത്തേക്ക് നീട്ടാം. അങ്ങനെ ഓരോ വർഷത്തേക്കും നീട്ടാം. എത്ര കാലം വരെയും അങ്ങനെ നീട്ടിയിട്ട് പോവാം. ഓക്കെ. ഇനി വൺസ് ഈ നാഷണൽ എമർജൻസി അവസാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിച്ച് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ 6 മാസം വരെ ഈ ഒരു വിപുലീകരണം തുടരാൻ, അതിന് ശേഷം ഈ വിപുലീകരണം തുടരാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ നാഷണൽ എമർജൻസി അവസാനിച്ചു. ഈ ഇന്നാണ് അവസാനിച്ചെങ്കിൽ ഇന്ന് മുതൽ 6 മാസം വരെ കണ്ടിന്യൂ ചെയ്യാം. ആർക്കും ഈ പാർലമെൻറ്റ് തുടരാം. പക്ഷേ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷൻ കിട്ടത്തില്ല. അതാണ് പറയുന്നത്. എന്നിരുന്നാലും അടിയന്തരാവസ്ഥ അവസാനിച്ചതിന് ശേഷം 6 മാസത്തിനപ്പുറം ഈ വിപുലീകരണം തുടരാൻ കഴിയില്ല. ഓക്കെ ആണോ? ഇനി പാർലമെൻറ്റിൻ്റെ അംഗത്വത്തെക്കുറിച്ച് നമുക്ക് പറയാം. യോഗ്യതകൾ എന്തൊക്കെയാണ്? ഭരണഘടനയിൽ പറയുന്ന യോഗ്യതകൾ: 1 ഇന്ത്യൻ പൗരനായിരിക്കണം. അത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇന്ത്യൻ പൗരനായിരിക്കണം. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ വ്യക്തിയുടെ മുമ്പാകെ അദ്ദേഹം പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. പ്രതിജ്ഞ ഇത് സത്യപ്രതിജ്ഞയല്ല, കാരണം ഇത് യോഗ്യതയാണ്. അതായത് ഒരാൾ MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുന്നേ ഉണ്ടാകുന്ന അയാൾക്കുള്ള യോഗ്യതകളാണ്. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ വ്യക്തിയുടെ മുമ്പാകെ അദ്ദേഹം പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇനിയിപ്പോൾ രാജ്യത്ത് പാർലമെൻറ്റിന് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാട്ടോ. ഇനി രാജ്യസഭയുടെ കാര്യമാണെങ്കിൽ 30 വയസ്സിൽ താഴെ ആകരുത്. അതായത് 30 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിക്ക് എന്താവാൻ പാടില്ല? മനസ്സിലായില്ല? അപ്പോൾ 30 വയസ്സിൽ താഴെ ആകരുത് എന്ന് രാജ്യസഭയുടെ പ്രായപരിധി. അതായത് 30 അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കണം ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ. നോട്ട് ലെസ് ദാൻ 30 ഇയേഴ്സ് ഓഫ് ഏജ്. നോട്ട് ലെസ് ദാൻ 30 ഇയേഴ്സ്, 30-ന് താഴെ ആവാൻ പാടില്ല. ലോകസഭയുടെ കാര്യമാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 25, 25 വയസ്സിന് താഴെ ആകാൻ പാടില്ല. 25-ഓ അതിന് മുകളിലോ ആയിരിക്കണം ലോകസഭയുടെ പ്രായപരിധി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാണ് അതിൽ മത്സരിക്കാൻ പറ്റുക. ഇനി പാർലമെൻറ്റ് നിർദ്ദേശിക്കുന്ന മറ്റ് യോഗ്യതകളുള്ള ആളായിരിക്കണം. 5-ാമത്തെ കാര്യം പറയുന്നത് പാർലമെൻറ്റ് നിർദ്ദേശിക്കുന്ന മറ്റ് യോഗ്യതകൾ കൂടെ ഉള്ള ആളായിരിക്കണം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. ഇനി പാർലമെൻറ്റ് നിർദ്ദേശിക്കുന്ന ഈ യോഗ്യതകൾ എന്ന് പറയുന്നത് എവിടെയാണ് പറയുന്നത്? റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ഈ പറയുന്ന പാർലമെൻറ്റ് നിർദ്ദേശിക്കുന്ന യോഗ്യതകളെ കുറിച്ച് പറയുന്നത്. അതൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു പാർലമെൻ്ററി നിയോജക മണ്ഡലത്തിൽ ഇലക്ടറായി രജിസ്റ്റർ ചെയ്ത വ്യക്തിയായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഇലക്ടർ എന്ന് പറയുന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയായിരിക്കണം. അതായത് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ള ഒരാളായിരിക്കണം അയാളും. അതേപോലെ ഒരു റിസർവ്ഡ് സീറ്റിലേക്കാണ് മത്സരിക്കേണ്ടതെങ്കിൽ, റിസർവ്ഡ് സീറ്റ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നീ വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് റിസർവ്ഡ് സീറ്റുകൾ. അത്തരം റിസർവ്ഡ് സീറ്റിലേക്കാണ് മത്സരിക്കേണ്ടതെങ്കിൽ ആ പറയുന്ന വ്യക്തി ഏതെങ്കിലും സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലെയോ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ റിസർവ്ഡ് സീറ്റിലേക്ക് മത്സരിക്കാൻ പറ്റൂ. ഇനി ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നോൺ റിസർവ്ഡ് സീറ്റിലേക്ക് മത്സരിക്കാൻ പറ്റുന്നതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് റിസർവ്ഡ് അല്ലാത്ത സീറ്റുകളിലേക്ക്, അതായത് നോർമൽ ആയിട്ടുള്ള സീറ്റുകളിലേക്ക് ഇവർക്ക് മത്സരിക്കാം. ഇവർക്ക് റിസർവ്ഡ് സീറ്റിലേക്ക് മത്സരിക്കാം, നോൺ റിസർവ്ഡ് സീറ്റിലേക്ക് മത്സരിക്കാം. ഇനി എന്തൊക്കെ തരം അയോഗ്യതകളാണ് ഭരണഘടനയിൽ പറയുന്നത്? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ആദായകരമായ ഒരു ഉദ്യോഗം വഹിക്കുമ്പോൾ അത് പാടില്ല. അതായത് എന്താ പറയുക, പ്രോഫിറ്റ് ഓർ ഇതില്ലേ, നോട്ട് ഫോർ പ്രോഫിറ്റ്, അതാണ് പറയുന്നത്. ഓക്കെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ആദായകരമായ ഒരു ഉദ്യോഗം വഹിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല. അതായത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വഹിക്കാൻ പാടില്ല. ഇവർക്ക് വേറൊരു രീതിയിലുള്ള വരുമാന മാർഗ്ഗമൊന്നും പറ്റില്ല. ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ എന്ന് പറയുമ്പോൾ
മന്ത്രിമാരെ ഇതിൽ പെടുന്നില്ല കേട്ടോ. സംസ്ഥാന മന്ത്രിമാരെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെ ഒന്നും ഇതിൽ പെടുന്നില്ല. അതൊന്നും ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ആദായകരമായ ഒരു ഉദ്യോഗം വഹിക്കാൻ പാടില്ല. പിന്നെ പാർലമെൻറ്റ് നിർദ്ദേശിക്കുന്ന സമയാസമയം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ ഉൾപ്പെടുന്നില്ല. അതൊക്കെ പാർലമെൻറ്റ് നിയമം വഴി തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, ഏതൊക്കെ അല്ല എന്നുള്ളതൊക്കെ പാർലമെൻറ്റ് തീരുമാനിക്കാം. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ആദായകരമായ ഒരു ഉദ്യോഗം വഹിക്കാൻ പാടില്ല. അതുപോലെ ആ പറയുന്ന വ്യക്തിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ വെറുതെ ഉണ്ടായാൽ പോരാ, കോടതി അങ്ങനെ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് വരും. പിന്നെ ആ വ്യക്തി ഒരു പാപ്പനാണെങ്കിൽ അത് സംഭവിക്കും, ഇൻസോൾവൻസി. ഇന്ത്യൻ പൗരനല്ലാത്തൊരു വ്യക്തിക്ക് പറ്റില്ല. അല്ലെങ്കിൽ സ്വമേധയാ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, സ്വമേധയാ സ്വീകരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ പൗരത്വം പോകുമെന്ന് ഞാൻ ഓൾറെഡി മറ്റേ പൗരത്വത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ സ്വമേധയാ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിദേശ രാഷ്ട്രത്തോടുള്ള കൂറ് അംഗീകരിക്കുന്ന പക്ഷം, അയാൾ ഓപ്പണായിട്ട് പറയുകയാണ് ഒരു വിദേശ രാഷ്ട്രത്തോടുള്ള കൂറ്. അപ്പോൾ അങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഇനി പാർലമെൻറ്റ് പാസ്സാക്കി ഏതെങ്കിലും നിയമപ്രകാരം അദ്ദേഹം അയോഗ്യനാവാം. ഇനി അഞ്ചാമത്തെ കാര്യം പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കി ഏതെങ്കിലും നിയമപ്രകാരം അയാൾ അയോഗ്യനാവാം. ഇത് പറയുന്നത് പീപ്പിൾസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആക്ടിനാണ്. ഇനി പാർലമെൻറ്റ് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിലൊന്ന്, ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങളിലോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതികളിലോ കുറ്റക്കാരനാവാൻ പാടില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കറപ്ഷൻ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒഫൻസുകൾ, ഇതിലൊന്നും കുറ്റക്കാരനാവാൻ പാടില്ല ഈ പറയുന്ന വ്യക്തി. അങ്ങനെ ആയാൽ ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവിക്കും. ഇനി 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഏതെങ്കിലും കുറ്റത്തിന് അദ്ദേഹത്തെ ശിക്ഷിക്കരുത്. ഓക്കെ. പക്ഷേ ഈ കേസിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ വരുന്നില്ല. എന്നാൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിൽ വയ്ക്കുന്നത്, അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പ്രകാരം ഡിറ്റൻഷൻ അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അയോഗ്യത ആക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കുക. ഇനി അഴിമതിയുടെ പേരിലോ ഭരണകൂടത്തോടുള്ള വിശ്വസ്തത ഇല്ലായ്മയുടെ പേരിലോ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ആളായ ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് പിരിച്ചുവിട്ട ഒരാൾക്ക് ഒരു MP ആയിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ ക്രൈമുകളായ അൺടച്ചബിലിറ്റി, അതേപോലെ ഡൗറി, അതേപോലെ സതി, ഇത് മുതലായ സാമൂഹിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അയാളെയും ഡിസ്ക്വാളിഫൈ ചെയ്യും. അയാൾക്കും ഇതിൽ മത്സരിക്കാൻ പറ്റില്ല. മുകളിൽ പറഞ്ഞ മുകളിൽ പറഞ്ഞ എല്ലാത്തരം ഡിസ്ക്വാളിഫിക്കേഷൻ്റെയും അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. മനസ്സിലായി? അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് രാഷ്ട്രപതി ആയിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും. ഫൈനൽ ഡിസിഷൻ പ്രസിഡന്റ് ആണെന്ന് പറയുന്നതെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷനുമായി കൂടിയാലോചിച്ചതിന് ശേഷം അവരുടെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് മാത്രമേ പ്രസിഡന്റ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് അവിടെ ഒരു കൂടിയാലോചന നിർബന്ധമാണ്. ഇനി ഇപ്പോൾ ഞാൻ കുറേ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതൊന്നും പറയാത്ത വേറൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ് എന്ത് പറയുന്നത്? ഡിഫെക്ഷൻ, കൂറുമാറ്റത്തിൻ്റെ പേരിലുള്ള അയോഗ്യത എന്ന് പറയുന്നത് ഈ മറ്റൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. മനസ്സിലായില്ലേ? ഇത് പറയുന്നത് എവിടെയാണ്? 10ാം ഷെഡ്യൂളാണ്. 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 10ാം ഷെഡ്യൂളിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരാൾ പാർലമെൻറ്റ് അംഗമാകുന്നത് തടയുന്നു. മനസ്സിലായില്ലേ? ഇനി അതിലേതൊക്കെയാണ് പറയുന്നത്? ഓരോരുത്തരും ഇലക്ഷൻ വഴി ജയിച്ചു വരുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ കെയർ ഓഫിലായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ടിക്കറ്റിലായിരിക്കും ഓരോരുത്തരും എവിടേക്ക് വരുന്നത്? ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാണെങ്കിൽ ഒരാൾ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അത്തരം പാർട്ടിയുടെ അംഗത്വം അയാൾ സ്വമേധയാ ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. ഇനി രാഷ്ട്രീയ പാർട്ടി നൽകുന്ന, അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേൽവിലാസത്തിൽ വന്ന ഒരാൾ, അയാൾ എന്ത് ചെയ്തു? ആ പാർട്ടിയുടെ ഏതെങ്കിലും നിർദ്ദേശത്തിന് വിപരീതമായിട്ട് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിലും അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിച്ച ഒരാളാണ്, ഒരു പാർട്ടിയുടെയും ലേബലിൽ മത്സരിക്കാതെ സ്വതന്ത്രനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു അംഗമാണെങ്കിൽ അയാൾ പിന്നീട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. അയാൾ സ്വതന്ത്രനായിട്ട് തന്നെ ആ പാർലമെൻറ്റിൽ തുടരേണ്ടതാണ്. ഇനി നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു 12 ആൾക്കാരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു അംഗം രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാം, കുഴപ്പമില്ല. പക്ഷേ എന്താണ്? 6 മാസത്തിനുള്ളിൽ ചേരാം. അയാൾ രാജ്യസഭയിലെത്തി 6 മാസത്തിനുള്ളിൽ വേണം ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ. 6 മാസം കഴിഞ്ഞിട്ടാണ് ചേരുന്നതെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. അപ്പോൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏതെങ്കിലും അംഗം
6 മാസത്തിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. ഇനി 10ാം ഷെഡ്യൂളിലെ അയോഗ്യതയുമായി ഞാൻ പറഞ്ഞു ഓൾറെഡി മുകളിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു, അതൊക്കെ പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്, ആരെ കൺസൾട്ടേഷൻ വിത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയും. ഇനി സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതാണ് 52ാമത്തെ ഭേദഗതിയിലെ 10ാം ഷെഡ്യൂളിലെ ഡിസ്ക്വാളിഫിക്കേഷൻ കാര്യം പറയുന്നത്. അപ്പോൾ ഈ 10ാം ഷെഡ്യൂളിലെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ആരാണ്? രാജ്യസഭയിലാണെങ്കിൽ അത് ചെയർമാൻ ആയിരിക്കും, ലോകസഭയിലാണെങ്കിൽ അത് സ്പീക്കർ ആയിരിക്കും. ഇവിടെ രാഷ്ട്രപതിക്ക് ഒരു റോളും ഇല്ല എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ 10ാം ഷെഡ്യൂളിലെ അയോഗ്യതയുമായി, അതായത് ഡിഫെക്ഷൻ കൂറുമാറ്റം നിരോധന നിയമം, കൂറുമാറ്റം വഴി ഉണ്ടാകുന്ന അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ അംഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാനും, ലോകസഭാ അംഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്പീക്കറുമാണ്. ഇവിടെ രാഷ്ട്രപതി അല്ല. ഇനി കുറച്ചും കൂടി ഉണ്ട് നമുക്ക്, പക്ഷേ ടൈം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരെങ്കിലും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.